ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 9-ന് ആദ്യഘട്ടം നടക്കും, ഡിസംബർ 11-ന് രണ്ടാം ഘട്ടം നടക്കും, ഡിസംബർ 13-ന് നമ്മൾ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്നറിയും. ഏതായാലും വലിയ മുന്നൊരുക്കങ്ങൾ ഈ തീയതി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ പല മുന്നണികളും നടത്തിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഒന്നുകൂടെ വേഗത്തിലാക്കുകയാണ്. പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. വലിയ ആത്മവിശ്വാസമാണ് ഓരോ മുന്നണികൾക്കുമുള്ളത്. പ്രത്യേകിച്ച് LDF മുന്നണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർവ്വസജ്ജമായിരിക്കുന്നു എന്നാണ് ഇന്നലെ LDF കൺവീനർ പറഞ്ഞത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. എല്ലാം കൊണ്ടും അനുകൂലമായൊരു സാഹചര്യം നിലവിൽ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. LDF 3.0 എന്ന എല്ലാവരും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. മറുഭാഗത്ത് UDF പിടിച്ചു നിൽക്കാം. പ്രാദേശിക തലത്തിൽ പല മുന്നണികളുമായി അല്ലെങ്കിൽ പല പാർട്ടികളുമായി സഖ്യം ചേർന്ന് തങ്ങൾക്ക് കൂടുതൽ സ്വാധീന മേഖലകളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അത് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. UDFന്റെ നില ഒന്ന് മെച്ചപ്പെടുത്താനുള്ള അവസരമായാണ് UDF ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും. അത് സംബന്ധിച്ച ഗ്രൗണ്ട് വർക്കുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. NDA സംബന്ധിച്ചാണെങ്കിൽ കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കണം, വേരുറപ്പിക്കണം എന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ അവരും വെക്കുന്നുണ്ട്. പൊതുവെ സംസ്ഥാനത്തിലെ ഒരു ചിത്രം പരിശോധിച്ചാൽ തീർച്ചയായും വിനിഷ, ഏതായാലും കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ പോലും അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ മുന്നണികൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ, അതായത് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നിലവിലിപ്പോൾ LDF കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികളെ എല്ലാവരെയും ഒരു ഇടത്ത് എത്തിച്ചുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം LDFന്റെ നേതാക്കൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്തും സജീവമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഞാനിപ്പോഴുള്ളത് കുന്നുകുഴി വാർഡിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെയും സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ആദ്യ ദിവസത്തെ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും. അല്പസമയത്തിനകം തന്നെ ഈ വാർഡിലെയും സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പം ചേരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുന്നണികൾ ഏത് രീതിയിൽ മുന്നണികളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് വിനിഷ. പ്രധാനമായും LDF ആകട്ടെ കൃത്യമായ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി ഇന്നു മുതൽ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം UDFും NDAയും നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും പ്രഖ്യാപിച്ച ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തന്നെ വലിയ പ്രതിസന്ധിയായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും അല്ലെങ്കിൽ സീറ്റ് മറ്റ് ഘടകകക്ഷികൾക്ക് നൽകിയതും ഒക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികൾ വരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയും തലവേദനയും തന്നെയാണ് നിലവിലിപ്പോൾ UDF നേതൃത്വവും അതോടൊപ്പം തന്നെ NDAയും നേരിടുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകുക. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഒരു 26 ദിവസമൊക്കെയാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഈ ആഴ്ച കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവർക്കുള്ളതെങ്കിൽ പോലും അതേത് രീതിയിൽ ഫലവത്താകും എന്നുള്ളത് തന്നെയാണ് ഇനി നോക്കിക്കണ്ട് അറിയേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. വിനിഷ, ഏതായാലും ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ LDFനുള്ളൊരു മേൽക്കോയ്മ എന്ന് പറയുന്നത് പ്രധാനമായും സർക്കാരിൻ്റെ, അതായത് LDF സർക്കാരിൻ്റെ കൂടി പ്രവർത്തന മികവിൻ്റെ ഒരു നേട്ടം ഇടതു സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ആ രീതിയിലുള്ളൊരു മാറ്റം ഇവിടെ കേരളത്തിൽ ഇതിനകം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും LDF സർക്കാരിൻ്റെ പ്രവർത്തന മികവ്, അതിപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ളൊരു വികസനം, അതാണ് സർക്കാരിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കാണ് അതിൻ്റെ കൂടുതൽ ഗുണഭോക്താക്കളായി വരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ താഴെത്തട്ടിലേക്ക് പ്രവർത്തകർ ഇറങ്ങി ചെല്ലുമ്പോൾ
അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിലേക്കൊക്കെ എത്തുമ്പോൾ അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതും ഇത് തന്നെയായിരിക്കും. LDF ഏത് രീതിയിലാണ് LDF സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അതിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണം എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒരു കക്ഷിനിലയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും ഇടതുപക്ഷത്തിനാണ് നിലവിൽ മേൽക്കോയ്മയുള്ളത്. ആ മേൽക്കോയ്മ നിലനിർത്തി മുന്നോട്ട് പോകുക, അത് തന്നെയാണ് നിലവിൽ LDF ലക്ഷ്യമിടുന്നതും. അത് ആ രീതിയിൽ ഉള്ള പ്രവർത്തന മികവ് പല തദ്ദേശ സ്ഥാപനങ്ങളും നേടിയിട്ടുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളും അന്തർദേശീയ അംഗീകാരമടക്കം നേടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം തന്നെയാണ്. വലിയ പ്രവർത്തന നേട്ടം, അന്താരാഷ്ട്ര തലത്തിലടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉൾപ്പെടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇതൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരണ വിഷയമായി വരും എന്നുള്ളതിലും ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. വിനിഷ.